മുഅ്മിനീങ്ങളെ, അപ്പോൾ നമ്മളെല്ലാവരും നോമ്പുകാരാണ് അല്ലേ? ഇന്നലെയൊക്കെ നോമ്പ് പിടിച്ചവരുണ്ട്, ഇന്നും നോമ്പ് പിടിച്ചവരുണ്ട്. ഇനിയുള്ള ദിവസങ്ങളൊക്കെ ഇനിയിപ്പോൾ ഏകദേശം ഒരു 2 ആഴ്ചയോളം ഇനി റമദാനിന് ഉണ്ടല്ലോ എന്നല്ല, അത്രേ ഉള്ളൂ. 2 ആഴ്ച ഷടപടയെന്ന് പോയി ഏകദേശം 14-13 ദിവസം ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ വിശുദ്ധമായ റമദാൻ നമ്മളിലേക്ക് വരികയാണ്. അൽഹംദുലില്ലാഹ്. അപ്പോൾ നമ്മൾ നല്ലവണ്ണം ദുആ ഇറക്കണം. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വ ബല്ലിഗ്നാ റമദാൻ എന്ന ദുആ ഉണ്ടല്ലോ, അത് ഒരുപാട് കണ്ട് നമ്മൾ അധികരിപ്പിക്കണം. കാരണം ഒരുപാട് നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന റമദാനിലേക്ക് നമുക്ക് ആഫിയത്തോടുകൂടി എത്താൻ പറ്റിയില്ലെങ്കിൽ അത് വലിയൊരു സങ്കടമാണ് നമുക്ക് അല്ലേ? ഇത്രയധികം നമ്മൾ ദുആ ചെയ്ത് ഇത്രയും എത്തിയിട്ട് റമദാൻ നമ്മുടെ ജീവിതത്തിലേക്ക് എത്താതെ പോയാൽ അത് വലിയ നഷ്ടമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് 2 സ്വഹാബിമാർ മരണപ്പെട്ടു. ആ മരണപ്പെട്ടപ്പോൾ ആ 2 സ്വഹാബിമാരെ മറ്റൊരു സ്വഹാബി സ്വപ്നത്തിൽ കണ്ടു എന്നാണ്. ഒരാള് വിശുദ്ധമായ ജിഹാദ് ചെയ്തിട്ട് മരണപ്പെട്ട സ്വഹാബിയാണ്, മറ്റൊരാൾ സ്വാഭാവികമായ മരണം സംഭവിച്ച് മരണപ്പെട്ട ആളാണ്. അപ്പോൾ ഈ ജിഹാദ് ചെയ്ത സ്വഹാബി സ്വർഗത്തിൽ കടക്കുന്നതിനേക്കാൾ മുൻപന്തിയിൽ സ്വർഗത്തിൽ കടന്നത് സ്വാഭാവികമായ മരണം സംഭവിച്ച സ്വഹാബിയാണ്. അപ്പോൾ നബി തങ്ങളോട് വന്ന് ഒരു സംശയം ചോദിച്ചു, നബിയെ, യുദ്ധത്തിൽ ഷഹീദായ സ്വഹാബി സ്വർഗത്തിൽ കടക്കുന്നതിന് മുന്നേ സാധാരണ മരണം സംഭവിച്ച ആളാണല്ലോ സ്വർഗത്തിൽ കടന്നത്, ജിഹാദിന് അത്രമാത്രമേ പ്രതിഫലമുള്ളോ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് മറുപടിയായി പറഞ്ഞത്, അദ്ദേഹം ഈ ജിഹാദ് ചെയ്ത് മരണപ്പെട്ട സ്വഹാബിയേക്കാൾ കൂടുതൽ ജീവിതത്തിൽ റമദാനുകളെ സ്വീകരിച്ച ആളാണ്. ആ റമദാനുകളെ സ്വീകരിച്ചതിൽ ഒരുപാട് ഇബാദത്ത് ചെയ്തത് കൊണ്ടാണ് അദ്ദേഹത്തിന് ആ ഒരു വലിയ പ്രതിഫലം കിട്ടിയത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഓരോ റമദാനുകൾ വരിക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. അപ്പോൾ ആ സൗഭാഗ്യത്തിന് വേണ്ടി നമ്മൾ ഒരുപാട് കണ്ട് ഇനിയും ദുആ ഇറക്കണം. നമ്മൾ റമദാനിലേക്ക് എത്തിയിട്ടില്ല, ഷഅബാൻ 15 ഷഅബാൻ 15 കഴിയുന്നു. ഇനിയും ഒരുപാട് കണ്ട് നമ്മൾ ദുആ ഇറന്ന് ആ റമദാനിലേക്ക് നമ്മൾ എത്തണം. റമദാനിൽ എത്തിയാൽ മാത്രം പോരാ, ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യേണ്ടതുണ്ട്.